ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനം വരെ കാണാം, ഇനി അല്ല എന്നാണെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന എഴുത്തുകാർക്കോ വായനക്കാർക്കോ പബ്ലിഷേഴ്സിനോ തുടങ്ങി പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുക്കാം. എൻ്റെ പേര് ഷിമിൽരാജ്, പിണ്ണാക്കിടി മൊട്ടാസ് എന്ന നോവലിൻ്റെ ഓതറാണ്. നിലവിൽ പുസ്തകത്തെപ്പറ്റി തള്ളാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നെപ്പോലെ തന്നെ കുറേ ഓതേഴ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. പുസ്തകം ഇറങ്ങിയപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈ 6 മാസത്തിനിടയിൽ എനിക്ക് വന്ന പ്രധാനപ്പെട്ട 2-3 മെസ്സേജുകൾ ഞാനിവിടെ ഷെയർ ചെയ്യാണ്. ഒന്നാമത്തെ മെസ്സേജ്, ചേട്ടൻ്റെ പുസ്തകം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്കത് ഫ്രീ ആയിട്ട് തരാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, ബുക്കൊക്കെ ഇറങ്ങി കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ, ഇനിയെങ്കിലും ഒരു ബുക്ക് വെറുതെ തരാൻ പറ്റൂലേ? 2. മൂന്നാമത്തെ മെസ്സേജ്, അത് കുറച്ചുകൂടി ക്ലോസ് സർക്കിളുകളിൽ നിന്ന് പോലും കേൾക്കുന്ന മെസ്സേജാണ്. ഓനിപ്പോൾ വലിയ സംഭവമായിപ്പോയി, ഇപ്പം നമ്മളൊന്നും പിടിക്കില്ല, നമുക്കൊന്നും ബുക്ക് തരാൻ പറ്റൂല. ഇതാണ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 3 മെസ്സേജുകൾ. ആദ്യം തന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പുസ്തകം എഴുതുക, ആളുകളത് വായിക്കുക, അഭിപ്രായം പറയുക, അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേങ്കിൽ ആരും നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥകളെ പറ്റി സത്യം പറഞ്ഞാൽ അറിയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ പുസ്തകം അതിനിപ്പോൾ ഒരു 300 രൂപയാണ് വില, 300-320 രൂപയാണ് വില. പലരും വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പുസ്തകത്തിൻ്റെ വില എന്ന് പറയുന്നത് ഓതർക്കാണ് മൊത്തം കിട്ടുന്നതെന്നാണ് വിചാരിക്കുന്നത്. അതായത് എൻ്റെ 300 രൂപയുടെ ഒരു പുസ്തകം ഒരാൾ വാങ്ങുമ്പോൾ 300 രൂപ എനിക്ക് കിട്ടുന്നതാണ് പലരും വിചാരിക്കുന്നത്. പക്ഷേ സത്യസന്ധമായൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓതർ എന്ന നിലയിൽ എനിക്ക് കിട്ടുന്നത് 10% മാത്രമാണ്. അതായത് 300 രൂപയുടെ പുസ്തകത്തിന് 30 രൂപയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം എത്ര പുസ്തകമെങ്കിലും വാങ്ങിയാലും ഈ 10% അല്ലാതെ അതിൻ്റെ മുകളിലേക്കൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെ കാര്യം ഏകദേശം ഇങ്ങനെ 10, 15, 20 ആ ശതമാനമൊക്കെ തന്നെ കിട്ടുക. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് പബ്ലിഷ് ചെയ്യണം, അതായത് നമ്മൾ തന്നെ പബ്ലിഷ് ചെയ്തിട്ട് നമ്മൾ തന്നെ കച്ചവടമാക്കുമ്പോൾ ഈ മുഴുവൻ പൈസ നമുക്ക് കിട്ടും. അതുകൊണ്ട് കോടീശ്വരനാകുക എന്നുള്ള കാര്യം നിലവിൽ സംഭവിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു മെയിൻ കാര്യം, ഇപ്പം എൻ്റെ 2 ഫ്രണ്ട്സ്, ഒരു തിരുവനന്തപുരത്തുള്ളൊരു സുഹൃത്തും ഒരു കാസർഗോഡുള്ളൊരു സുഹൃത്തും, 2 പേർക്ക് ഞാൻ പുസ്തകം അയച്ചു. 300, 600 രൂപയുടെ പുസ്തകം ഞാൻ അയക്കുന്നു. 600 രൂപയുടെ പുസ്തകം അയക്കുന്നതോടുകൂടി എനിക്ക് കിട്ടുന്ന റോയൽറ്റി 10% വെച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്ന പൈസ 60 രൂപ. 600 - 60, 540 രൂപ എനിക്ക് നഷ്ടമാണ്. ഈ ആൾക്കാരുടെ എണ്ണം 2-ൽ നിന്ന് മാറി കൂടിക്കൊണ്ട് വെക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന നഷ്ടത്തിൻ്റെ അളവും ഇതേപോലെ കൂടി വരുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഞാൻ ഇവർക്ക് 2 പേർക്ക് അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ കോടീശ്വരനാകുന്നു, ഞാൻ മാറിപ്പോയി, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കേൾക്കേണ്ടി വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒന്ന്, പുസ്തകം നമ്മൾ വെറുതെ തമാശയ്ക്ക് വേണ്ടി എഴുതുന്നതല്ല. സത്യസന്ധമായി ഇപ്പോൾ 1.5 കൊല്ലമൊക്കെ എടുത്ത് നമ്മൾ ഇതിനായിട്ട് കുറേ എഫേർട്ടൊക്കെ ഇട്ട് നമ്മൾ കുറേ റെഫറൻസൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടാണ് ഒരു പുസ്തകം എഴുതുന്നത്. ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് എഴുതുന്ന സംഭവമല്ല ഈ പുസ്തകം. മറ്റുള്ള എല്ലാ പ്രൊഫഷൻ പോലെ ഇതൊരു പ്രൊഫഷനായിട്ട് തന്നെ കാണുന്ന ആണ് നമുക്കും ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പം കുറേ പൈസ ഉണ്ടാക്കണമെന്നോ ലാഭം ഉണ്ടാക്കണമെന്നോ കോടീശ്വരനോ ഇതൊന്നും ആയിട്ടില്ലെങ്കിലും മിനിമം ആ പുസ്തകം കൊണ്ട് നഷ്ടം ഉണ്ടാകരുതെന്ന് അധികമായി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എൻ്റെ മാത്രം പ്രശ്നമല്ല. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ 8 ഓതേഴ്സായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ഈ സങ്കടങ്ങൾ പറയാറുണ്ട്. അപ്പം ഇതൊരു എഴുത്ത് മേഖലയിലെ ഒരു പൊതു പ്രശ്നം പോലെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീണ്ടും പറയുന്നു, ഇതാരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും പറയുന്നില്ല. ഇതൊരു ഓതറിൻ്റെ രോദനായിട്ട് മാത്രം കാണുക. എന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പോലെ സപ്പോർട്ട് ചെയ്യണം. സംരംഭം വിജയിപ്പിക്കണം. നന്ദി.